ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചിന്തിക്കുന്നത് ശിംശോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ കുറിച്ചാണ്. നാസ്രവ്രതക്കാരനായി ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും ആയൊരു മനുഷ്യനാണെങ്കിലും മാനുഷിക ബലഹീനതയാൽ അവൻ പലപ്പോഴും ബലഹീനതയിലേക്ക് പോകുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലഹീനതയായി നമ്മൾ കാണുന്നത് സ്ത്രീകളോടുള്ള മോഹമാണ്. അവൻ ഇപ്പോൾ ഗസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന ഒരു വ്യഭിചാരിണിയായ സ്ത്രീകളുടെ കൂടെ താമസമാക്കുകയാണ്. നാസ്രവ്രതക്കാരൻ്റെ എത്രയോ അധപ്പതനമായ ഒരു അവസ്ഥയാണത്. നമുക്കത് മനസ്സിലാക്കണം. ഇത് പഴയ നിയമ കാലമാണ്. അന്ന് ദൈവത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ മനുഷ്യന് ലഭിച്ചിട്ടില്ല. അതിൻ്റേതായ ചില സാഹചര്യങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. എന്നാൽ അത് ലഭിക്കാത്ത കാലത്ത് തന്നെ ജോസഫ് എത്രയോ നീതിപൂർവം പ്രവർത്തിച്ചു ദൈവസന്നിധിയിലെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. പക്ഷേ ശിംശോൻ അത് സാധിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് അതിനുശേഷം പിന്നീട് ദലീല എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുടെ അദ്ദേഹം ആകൃഷ്ടനാവുകയും അവളുമായുള്ള ബന്ധം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ദൈവം പല പ്രാവശ്യം അവൻ്റെ മനസ്സാക്ഷിയോട് സംസാരിച്ചിട്ടുണ്ടാവാം, നീ ഇങ്ങനെ ചെയ്യരുത്, നീ നാസ്രവ്രതക്കാരനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ വ്യത്യസ്തനാണ്. പക്ഷെ അതിനൊന്നും ഉൾക്കൊള്ളുവാൻ അവൻ്റെ ജഡമോഹം അവനെ അനുവദിക്കുന്നില്ല. ജഡത്തെ മറ്റുള്ളവരെയൊക്കെ കൊല്ലാനുള്ള ശക്തി അവനുണ്ട്. പക്ഷെ അവൻ്റെ ജഡമോഹത്തെ കീഴ്പ്പെടുത്താനുള്ള ശക്തി അവന് ലഭിക്കാതെ പോകുകയാണ്. അവനെ ദൈവം ഉപയോഗിക്കുന്നതിൽ അവന് അഭിമാനം കൊള്ളുന്നുണ്ടാവാം. പ്രത്യേക സന്ദർഭങ്ങളിൽ വലിയ വീരപ്രവൃത്തികൾ ചെയ്യാൻ ദൈവം അവനെ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ അവന് അഭിമാനമുണ്ടാവാം. ദൈവം നമ്മളെ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് നമ്മളാരും സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. നമ്മുടെ കർത്താവ് പറയുന്നു, വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് പറയുന്നു, ആ നാളിൽ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷയുടെ ദിവസത്തിൽ പലരും കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികളെ ചെയ്തു, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെന്നൊക്കെ പറയും. അന്ന് ഞാൻ അവരോട് തീർത്തു പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് ഞാൻ അവരോട് തീർത്തു പറയും. കാരണം ദൈവത്തിൻ്റെ നാമം അവർ ഉപയോഗിച്ച് പല വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അവരും ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധമില്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് പലതും അവർക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. ദൈവകരങ്ങളിലെ ഉപകരണമായി ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധിയാണ് ദൈവം അവരെ അംഗീകരിക്കുന്നതും സ്വർഗരാജ്യത്തിന് അവകാശികളാകാനുള്ള മാർഗമായിട്ട് മാറുക. ഇവിടെ ശിംശോൻ്റെയും ജീവിതത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവം അവനെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അവന് നീതിപൂർവം ജീവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ദലീല എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ ഫെലിസ്ത്യർ അവർക്ക് 1001 വെള്ളി നാണയങ്ങൾ കൊടുത്ത് അവൻ്റെ ആ ശക്തി എവിടെ നിന്ന് അറിയാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നുണ്ട്. അവൻ 2-3 പ്രാവശ്യം അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നെ ഞാണുകൊണ്ട് ബന്ധിക്കുക, 7 ഞാണുകൊണ്ട് ബന്ധിക്കുക, പിന്നെ പറഞ്ഞ് 7 കയറുകൊണ്ട് എന്നെ ബന്ധിക്കുക, എൻ്റെ 7 മുടിയിഴകളെടുത്ത് അത് കൂട്ടിക്കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. അന്നേരമൊന്നും അവൻ്റെ രഹസ്യം അവൻ അവളോട് വെളിപ്പെടുത്തിയില്ല. എന്നാൽ അവസാനം അവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ അവനൊരു ബലഹീന നിമിഷത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ അവൻ്റെ ശക്തി എന്തിനാ പറഞ്ഞു കൊടുത്തു, ഞാൻ നാസ്രവ്രതക്കാരനാണ്, എൻ്റെ മുടി ക്ഷൗരം ചെയ്താൽ എൻ്റെ ശക്തി ക്ഷയിച്ചു പോകും. അവൾ അവനെ അവൻ്റെ മടിയിൽ ഉറക്കിയെന്ന് നമ്മൾ വായിക്കുന്നത്. അത്രമാത്രം സ്നേഹം അവന് കൊടുത്ത് അവനെ ഉറക്കിക്കൊണ്ട് ആ രഹസ്യം ഫെലിസ്ത്യർക്ക് ചോർത്തി കൊടുക്കുകയും
അവർ വന്ന് അവൻ്റെ മുടി ക്ഷൗരം ചെയ്യുകയും അവൻ്റെ ശക്തി ചോർന്നു പോവുകയും ചെയ്യുന്നു. ആ സമയത്തും എനിക്ക് വീരപ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ച് അവൻ എഴുന്നേറ്റിട്ടുണ്ടാവാം. പക്ഷേ അവനിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ശക്തനായ ഒരു വിമോചകൻ, ഒരു ന്യായാധിപൻ ജഡികമായ വികാരങ്ങൾക്ക് വിധേയമായി അതിനടിമയായി പോകുന്ന സാഹചര്യമാണ് ശിംശോൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 9:27 പൗലോസ്ലീഹ പറയുന്നു, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ശേഷവും ഞാൻ കൊള്ളരുതാത്തവനായി തീരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവികമായ സുവിശേഷമാണ്. അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാൻ കാരണം പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉള്ള ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിക്കാതെ തിന്മ ചെയ്യേണ്ട സാഹചര്യം വന്നു പോയേക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ അവയവങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം, അവയവങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നമുക്കതിന് വിട്ടുകൊടുക്കാനാവില്ല. ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ ശരീരം ആഗ്രഹിക്കുന്നതെല്ലാം ശരീരത്തിന് കൊടുക്കാതെ ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആഗ്രഹപ്രകാരം ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്നാൽ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ കൊടുക്കണം. നമുക്ക് നാവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. നാവ് വിചാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. ആ സംസാരത്തെ നമ്മൾ നിയന്ത്രിക്കണം. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, അവയവങ്ങളുണ്ട്, അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ അവയെ വിട്ടുകൂടാ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അതിനെ നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ വികാരങ്ങളെയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള മനുഷ്യനെ മാത്രമേ ദൈവപുരുഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു നേതാവും ഒരു സാധാരണ മനുഷ്യനും ഒരേ പാപം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ തീവ്രത വ്യത്യസ്തമാണ്. ഒരു സാധാരണ മനുഷ്യൻ ചെയ്താൽ അവനിത് അവസാനിക്കും, പക്ഷെ നേതാവ് ചെയ്താൽ അനേകർക്കത് മാതൃകയായി മാറും. അതുകൊണ്ടാണ് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണിത്. 21-ാം വാക്യം നമ്മൾ വരികയും നമുക്കറിയാം, ലേവ്യ പുസ്തകത്തെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അധികം നൽകിയവനോടാണ് ദൈവം അധികം ചോദിക്കുക. ഇപ്പം നേതൃത്വ സ്ഥാനത്തൊരാൾ വരുന്നെങ്കിൽ ദൈവം അവന് അധികം നൽകിയിട്ടുണ്ട്, അവർ കൂടുതൽ കണക്ക് പറയേണ്ടി വരും. 21-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ശിംശോൻ്റെ കണ്ണ് അവർ കുത്തിപ്പൊട്ടിക്കുകയാണ്, അവനെ അന്ധനാക്കുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ആത്മീയമായ തലങ്ങളിൽ നമുക്ക് അന്ധത ബാധിച്ചു പോകുന്നുണ്ട്. ശരീരത്തിന് കാഴ്ച ഉണ്ടാവാം, പക്ഷേ ആന്തരികമായ കാഴ്ച നഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്കൊരു നേതൃത്വ സ്ഥാനത്തിരിക്കുവാനോ നയിക്കുവാനോ ഉള്ള യോഗ്യത നമുക്കില്ല. ആന്തരികമായ പ്രകാശമാണ് നമുക്ക് ആവശ്യം, ഭാഗ്യമായ പ്രകാശത്തേക്കാൾ ഉപരിയായി. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ തീർത്തും നമ്മുടെ മനുഷ്യത്വം അന്ധകാരത്തിലായി പോകും. ഈ മനുഷ്യനിപ്പോൾ ഒരു അന്ധകാരത്തിലായിത്തീരുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അവന് ഒരു നേതൃത്വം നൽകേണ്ടവൻ ഇത് ശത്രു രാജ്യങ്ങൾക്ക് ഒരു അടിമയായിട്ട് മാറുകയാണ്. മറ്റുള്ള മുൻപാകെ പരിഹാസപാത്രമായി മാറുകയാണ്. അവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി അവനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അപ്പോഴാണ് അവനവൻ്റെ കുറ്റബോധം ഉണ്ടാവുന്നത്. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവനൊരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ നമുക്ക് വായിക്കുന്നു, എല്ലാവരും നിന്നതായ ആ കെട്ടിടം, ആ തൂണ പിടിച്ച് കുലുക്കി. ദൈവം ഒരിക്കൽ കൂടി ഒരു ശക്തി കൊടുത്തു. അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ കൊന്നവരേക്കാൾ അധികം ആളുകളെ അവന് കൊല്ലുവാൻ അവന് സാധിക്കുന്നുണ്ട്. വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ഒരു മനുഷ്യൻ്റെ ജീവിത അവസാനം എത്രമാത്രം പരിതാപകരമായി മാറുന്നുവെന്ന് ശിംശോൻ്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമ്മളൊക്കെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. സഭയിലെ ഓരോ അംഗങ്ങളായിരിക്കുന്ന നമ്മളും
അപ്പം നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുവാനുള്ളതല്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ശിംശോനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം അവൻ പഴയ ഉടമ്പടിയുടെ കാലത്ത് ജീവിച്ചവനാണ്. നമ്മൾ പുതിയ ഉടമ്പടിയുടെ കാലത്ത് ജീവിക്കുന്നവരാണ്. കർത്താവ് നമുക്കെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നമുക്കൊട്ടും വിടുതൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക പ്രയാസമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ മനഃപൂർവ്വമാണ്. പിന്നെ മാനുഷിക ബലഹീനതയിൽ നിന്നും സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ ഒഴിവൊഴിവ് നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ക്ഷമ ലഭിക്കുക പ്രയാസമായിരിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ലഭിച്ചതായ വിളിക്കനുസരിച്ച് ജീവിപ്പാൻ നമുക്കിടയാണ്. ഭർത്താവെങ്കിൽ ഭർത്താവ്, ഭാര്യയെങ്കിൽ ഭാര്യ, സഹോദരനെങ്കിൽ സഹോദരൻ, വൈദികൻ, ഏത് ജോലി നമ്മൾ ഏതൊക്കെ തലങ്ങളിലാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ തലങ്ങളിൽ ദൈവികമായ അനുഭവത്തോടും ആന്തരികമായ വിശുദ്ധിയോടും ജീവിക്കാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് സാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും നോമ്പനുഷ്ഠാനങ്ങളും അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.